ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നിധിയോടൊക്കെ പറഞ്ഞിട്ട് സുധീഷ് വണ്ടിയെടുത്ത് സുഭാഷിനെ അന്വേഷിക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ പോകുന്ന വഴിക്കൊക്കെ അവിനാഷ് ഭായിയുടെ വീട് എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ അവർക്കൊന്നും അറിയില്ല. അങ്ങനെ കണ്ടുപിടിച്ച് വരുവാണ് കേട്ടോ. അവിടെ എത്തി ബെല്ലടിക്കുമ്പോൾ അയാൾ വന്ന് തുറക്കുന്നു. ഭായി സുഭാഷേട്ടൻ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അകത്തുണ്ടെന്ന് പറയും. അപ്പോഴേക്കും നമ്മുടെ സുധീഷ് അങ്ങ് സുഭാഷിൻ്റെ ഒച്ച കേൾക്കുന്നതും നേരെ അങ്ങ് കയറി ചെല്ലാണ്. അന്നേരം ഭായിയുടെ മകളാണെങ്കിൽ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണ് സുഭാഷിന്. സുഭാഷ് പറയുന്നുണ്ട്, വേണ്ട വേണ്ട, നീ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ, എനിക്ക് വല്ലതും മനസ്സിലാവുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് കേട്ടോ ഓരോന്ന് പറയുന്നത്. ചപ്പാത്തി നോക്കിയിട്ട് പറയും, ഇതൊക്കെ കാണുമ്പോൾ എൻ്റെ മക്കളെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഞാൻ ഉണ്ടാക്കി കൊടുക്കാതെ അവർ ഭക്ഷണം കഴിക്കാറില്ല. അവരിപ്പോൾ എന്ത് ചെയ്യാനാവോ, മിക്കവാറും എന്നെ തേടി അലഞ്ഞ് നടക്കുമായിരിക്കും. സാരല്ലെന്നേ, കുറച്ചു നേരം അലഞ്ഞ് തിരിഞ്ഞ് നടന്നു കഴിഞ്ഞാൽ അവർക്ക് തോന്നിക്കോളും ഞാൻ എങ്ങോട്ടെങ്കിലും പോയി രക്ഷപ്പെട്ടെന്ന്. അല്ലെങ്കിൽ ശാപമായിട്ട് അവർക്കിനി ആ വീട്ടിൽ ഞാൻ വേണ്ടാന്നൊക്കെ അങ്ങ് പറയുന്ന നേരത്ത് നമ്മുടെ സുധീഷ് ചോദിക്കും, അത് നിങ്ങൾ അങ്ങ് തീരുമാനിച്ചാൽ മതിയോന്ന്. അപ്പോഴായിരിക്കും കേട്ടോ സുഭാഷ് തിരിഞ്ഞു നോക്കുമ്പോൾ സുധീഷിനെ കാണുന്നത്. എടാ സുധീഷ് എന്ന് വിളിക്കുമ്പോഴേക്കും, നിങ്ങൾ എന്താ ഈ ചെയ്തു കൂട്ടുന്നതെന്ന് അറിയോന്ന്? ഞങ്ങൾ എത്ര നേരമായി നിങ്ങളെ തെരഞ്ഞു നടക്കുന്ന, രംഗെടുത്ത് ഓടി നടക്കുമ്പോൾ നിങ്ങളിവിടെ ഇരുന്ന് മിണ്ടാതിരിക്കുക. നിങ്ങൾക്ക് എങ്ങനെ സുഭാഷേട്ടാ ഇതിന് കഴിഞ്ഞു? അച്ഛനും അമ്മയും ഒക്കെ ആയിട്ട് നിങ്ങൾ ഞങ്ങളെ വളർത്തിയല്ലേ, ഞങ്ങളൊക്കെ ഇട്ടേച്ച് പോരാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിഞ്ഞു? ഒരു സ്നേഹവും ഇല്ലാതെ എന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മുടെ സുഭാഷ് പറയും, അങ്ങനെയല്ല മോനെ, നീ അങ്ങനെയൊന്നും പറയല്ലെന്നേ. പിന്നെ ഞാൻ എങ്ങനെ പറയണം? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് വീട് വിട്ടു പോരുകയാണോ വേണ്ടത്? ഞങ്ങളെക്കുറിച്ച് നിങ്ങൾ ഓർത്തോ? ഞങ്ങൾ എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ എന്ന് അല്ലേ എന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മുടെ സുഭാഷിന് സങ്കടം വന്നിട്ട് സുധീഷിനെ അങ്ങ് കെട്ടിപ്പിടിക്കുകയാണേ. അതിനുശേഷം അവിനാഷ് ഭായിയോട് സുധീഷ് ചോദിക്കും, നിങ്ങളെ ഞാൻ രാവിലെ കണ്ടതല്ലേ, അപ്പോഴെങ്കിലും നിങ്ങൾക്ക് പറയാമായിരുന്നല്ലോ സുഭാഷേട്ട ഇവിടെ ഉണ്ടെന്ന്. അത് ഭായി പറയാണ്ട എന്ന് പറഞ്ഞിട്ടാന്ന് പറയും. അങ്ങനെ ഒരാൾ പറഞ്ഞെന്ന് വെച്ച് നിങ്ങളും അതിന് കൂട്ടി നിൽക്കുകയാണോ വേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ട് നമ്മുടെ സുഭാഷിനെ ബാഗൊക്കെ എടുത്തിട്ട് പോവാണ് കേട്ടോ തിരിച്ച് വീട്ടിലോട്ട്. അവിടെ ചെല്ലുമ്പോൾ എല്ലാവരും സുഭാഷിനെയും കാത്തിരിക്കുകയാണ്. അപ്പോൾ നിധി ആയിരിക്കും ഫസ്റ്റ് കാണുന്നത്. അപ്പോൾ നിധി നികേഷിനോട് പറയും, നികേഷേ സുഭാഷേട്ടൻ വരുന്നു. അപ്പോഴേക്കും ഹരീഷൊക്കെ കൂടി ഉള്ളിൽ നിന്ന് ഓടി വരുന്നു. അങ്ങനെ സുഭാഷ് ബാഗുമായിട്ട് ഇറങ്ങുമ്പോൾ തന്നെ നമ്മുടെ നികേഷ് അങ്ങ് കെട്ടിപ്പിടിച്ച് കരയുവേ. എന്തിനാ സുഭാഷേട്ടൻ ഞങ്ങളെ വിട്ട് ഇത് ചെയ്തത്? ഇങ്ങനെയൊക്കെ ചെയ്യാമോ? ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തു നിങ്ങളോട് എന്നങ്ങ് ചോദിക്കുമ്പോഴേക്കും ഹരീഷ് വന്നിട്ട് ചോദിക്കും, ഏതെങ്കിലും ഒരാൾ പറഞ്ഞെന്ന് വെച്ച് ഇങ്ങനെയാണോ ചെയ്യേണ്ടത് സുഭാഷേട്ടാന്ന്? അന്നേരം നിധിയും പറയുന്നുണ്ട് കേട്ടോ, സുഭാഷേട്ടൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഞങ്ങളും വിചാരിച്ചില്ലാന്ന്.